ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ. നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയട്ടെ. പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവട്ടെ ലൈഫിൽ. പിന്നെ എന്താണ്, എല്ലാം വിചാരിച്ചൊക്കെ എല്ലാവർക്കും നേടാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ചെറുതിലേ തൊട്ടുള്ളൊരു ശീലമാണല്ലേ. നമുക്ക് എന്താ വെച്ചാൽ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ കുറേ തീരുമാനങ്ങളെടുക്കും. എല്ലാം നമുക്ക് പാലിക്കാൻ കഴിയണം എന്നുള്ള ആ ഒരു സ്പിരിറ്റിലായിരിക്കും നമ്മളെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. പിന്നെ പതിയെ പതിയെ നമുക്ക് എന്താ അതൊക്കെ പോയി തുടങ്ങും. പിന്നെ നമ്മൾ രണ്ടാമത് ആ ഒരു പണ്ടത്തെ മീൻസ് ആ ഒരു കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ അടുത്ത വർഷം നന്നാവാന്നുള്ളതിൽ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എത്ര തീരുമാനം എടുക്കാമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ജസ്റ്റ് ഒരു 10 തീരുമാനം നമ്മൾ എടുക്കാമെന്നുണ്ടെങ്കിലും അതൊരു 8 എണ്ണമെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം കേട്ടോ. കാരണം നമ്മളങ്ങനെ നടപ്പിലാക്കാത്ത തീരുമാനം എടുത്തതിനെ കൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം ആർക്കും ലൈഫിൽ ഒരു എന്താ പറയുക ആളുടെ വേറൊരാളുടെ കണ്ണിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴ്ത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ചില ആൾക്കാരുണ്ടാവും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേ സംസാരിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും ആയിട്ട് നിർത്തുക. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ്, അവരാരും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വളരെ മോശമായിട്ടായിരിക്കും അവർ നമ്മളോട് റിയാക്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മളും കഴിയുന്നതും ഒരു ഗ്യാപ്പ് ഇട്ടുങ്ങാണ്ട് പിന്നെ ബിഹേവ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും വിഷമാവുന്നുണ്ടെങ്കിൽ അത് ആ ടോപ്പിക്ക് അവിടെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞിട്ടെങ്കിലും ആ ആൾക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോറി കൊണ്ട് ആ ആൾക്ക് ഒരു വിഷമം മാറാമെന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിയുന്നത് നമ്മൾ 100% ജീവിതത്തിൽ സത്യസന്ധത പുലർത്താൻ നോക്കുക. കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ പിന്നെ കളവ് പറഞ്ഞിട്ട് നമുക്ക് അതിനെ കൊണ്ടൊന്നും നേടാനില്ല. അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടി വരും. കാരണം പിന്നീട് നമ്മൾ പറയുമ്പോൾ അത് മാറിപ്പോകുന്നുള്ള ആ ഒരു ടെൻഷനുണ്ട്. അപ്പം നമ്മൾ സിൻസിയറായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും എവിടെയും നമുക്കൊരു പോയിൻറ്റ്സ് ഒന്നും നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ കാര്യം ഉള്ളതുപോലെ, ഇനിയിപ്പോൾ എത്ര വലിയ തല പോകുന്ന കേസായാലും ഉള്ളതുപോലെ പറയുക. ആരോടും ഒരു വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക. ഏത് റിലേഷൻഷിപ്പ് ആയാലും അതിൽ 100% സിൻസിയറിറ്റി കൊണ്ടുവരാൻ നോക്കുക. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അത് നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് നമുക്കത് തോന്നാണ് നല്ല കാര്യമാണ് എന്ന് തോന്നാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റാരെയും സമ്മതം നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണിൽ കാണുമ്പോൾ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ തുടങ്ങേണ്ട ആവശ്യം, അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും മെൻറ്റാലിറ്റി ആയിരിക്കുമല്ലോ. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ അഭിപ്രായം പറഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യം ആയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ലൈഫ് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക, എന്ത് ലക്ഷ്യമെന്നുണ്ടെങ്കിലും അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു പാഷനോടുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ അത് ഉപേക്ഷിച്ചതിനോട് ഒരു കാര്യമില്ല. മറ്റുള്ളവരത് അവരെ പറഞ്ഞു പോവുകയും ചെയ്യും. നമുക്കിട്ട് ഒന്നും ജീവിതത്തിൽ നേടാനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ആയിപ്പോകരുത്. പിന്നെ കുറച്ച് നമ്മളെ സന്തോഷത്തിനും കൂടിയിട്ടാവുക നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ കുറേ വിചാരിക്കും നമ്മളെ പിന്നെ ഹസ്ബൻഡ്, മക്കൾ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചില്ല. പക്ഷേ നമുക്ക് നമ്മളെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മറന്നു പോയിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 25% നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. കാരണം നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇപ്പം ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോൾ ജീവിക്കാനാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരാഗ്രഹമാണ് നമുക്ക് കുറേ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ വിചാരിക്കും അതിനിപ്പോൾ നമുക്ക് പിന്നെ ഇന്ന ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചിലായിരിക്കും, അങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കില്ല. അപ്പോൾ നമുക്കങ്ങനെ എന്താ പറയുക ലൈഫിൽ അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിവിലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ കണ്ണിലൂടെയാണ് നോക്കി കാണുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളെ കണ്ണിലൂടെ നോക്കി കാണുമ്പോൾ നല്ലൊരു ജോലിയും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏണിങ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിലുണ്ട് ഇഷ്ടം പോലെ ജോലികൾ. നമുക്ക് ഒരുപാട് എന്താ പറയുക നമുക്ക് നല്ലോണം കുക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ ഭാഗത്തേക്ക് ബേക്കറികളിലേക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ നമുക്ക് പലഹാരത്തിൻ്റെ ഓർഡേഴ്സ് അങ്ങനെയൊക്കെ കിട്ടാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് വീട്ടമ്മമാരെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക കോഴീനെ വളർത്തുക, പിന്നെ ചെടികൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുക, പിന്നെ അതുപോലെ തന്നെ
പിന്നെ പശുവിനെ വളർത്തുക. അപ്പോൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്കുണ്ട് നമ്മളെ ലൈഫിൽ തന്നെ ചുറ്റും. പക്ഷേ നമ്മൾ അതിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കൊന്നും ഇതുവരെ ആരും ജയിച്ചതായിട്ടൊന്നും നമുക്ക് തന്നെ നമ്മളെ ചുറ്റുവട്ടം തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇരുന്നതിനോട് കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാലേ നമുക്ക് ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. പക്ഷേ എല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്ക് ചെയ്യാനൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് മാറ്റിയെടുക്കണം. വേറെ ആരും വന്നിട്ട് നിങ്ങളെ ലൈഫിൽ അത് മാറ്റി തരുമൊന്നുമില്ല. പിന്നെ നമ്മൾ തന്നെ അത് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ എന്താ പറയുക മുന്നോട്ട് പോകാൻ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ ചില ആൾക്കാർ ഭയങ്കര എന്താ പറയുക ഒരു 10,000 കിട്ടിയാൽ 20,000 ചിലവാക്കുന്ന ഇതിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവല്. അപ്പോൾ നമ്മൾ പൈസക്ക് തന്നെ 3 കാറ്റഗറി കാണാം. ഒന്ന് ആവശ്യം, രണ്ടാമത്തെ അത്യാവശ്യം, മൂന്നാമത് അനാവശ്യം. അപ്പോൾ ആവശ്യം നമുക്ക് എപ്പോഴും എന്താ പറയുക അത് നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇത് ആവശ്യമാണോ, നമുക്ക് അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ ഡ്രസ്സിൻ്റെ തന്നെ എടുത്ത് നോക്കാം. നമുക്കിപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത മാസം ചിലപ്പോൾ വേറെ ഏതോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെടുത്തിട്ടുണ്ടോ, പിറ്റത്തെ മാസം വേണമെങ്കിൽ നമ്മൾ പോയിട്ട് എടുക്കും. അപ്പോൾ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. കാരണം ഇത് അനാവശ്യമല്ലേ എന്നുള്ളതിൽ. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് സേവിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ഏണിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടും കൂടി തുടങ്ങുക. അതിന് കഴിയുന്നതും ഗൂഗിൾ പേയും ATM കാർഡും ഒന്നും ഇല്ലാത്തതാണ് നല്ലത്. കാരണം അതൊരു സേവിങ്സ് എന്നുള്ളൊരു നിലയ്ക്ക് നമുക്ക് മാസത്തിൽ മിച്ചം വരുന്ന പൈസ അതിനിപ്പോൾ ഒരു 100 ആയാലും 500 ആയാലും അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു ഭാഗം നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മളെ ചിന്തയിൽ പോലും വരരുത്. അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് പൈസ എടുക്കാനും തോന്നില്ല. നമുക്ക് അതവിടെ ഒരു സേവിങ്സ് ആവുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് ആ പൈസനെ കൊണ്ടുള്ളൊരു ഉപകാരം കിട്ടൽ. പിന്നെ കിട്ടുന്ന പൈസയിൽ നിന്ന് നമുക്ക് കുറച്ച് ഇനിയിപ്പോൾ ഒരു 100 ആയാലും 500 ആയാലൊക്കെ നമുക്ക് എന്താ പറയുക നല്ലോണം നമ്മൾ കുറച്ചൊരു എന്താ പറയുക കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്ക് കൊടുക്കാൻ നോക്കാം. മാക്സിമം നമ്മൾ എന്താ ഇനിയിപ്പോൾ അത് ഡ്രസ്സായിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, അതല്ല ഇനി പൈസ ക്യാഷായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ. അപ്പോൾ അത് നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ആർക്കെങ്കിലും നമ്മളെ ചുറ്റുപാട് തന്നെ ഉണ്ടാവും അറിയുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഒരു ചാരിറ്റി പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കുക അടുത്ത വർഷമാകുമ്പോഴേക്ക് കുറച്ചും കൂടി നമുക്ക് കൂട്ടി കൊടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ പറ്റിയൊരു ഭയങ്കര ഒരു കറേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ നമ്മൾ ചിന്തിക്കരുത് നമുക്ക് കുറേ പൈസയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ലൈഫിൽ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ എല്ലാവരും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ എന്തായാലും മാസത്തിൽ കുറച്ച് പൈസ ചിലവാക്കുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ അതിന്നൊരു 100 ആയാലും 50 ആയാലും 100 ആയാലും ഒക്കെ ഒന്ന് ഇതെടുത്ത് മാറ്റി വെച്ച് ആർക്കെങ്കിലും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നമുക്ക് ചിലപ്പോൾ അത്ര അങ്ങോട്ട് തോന്നില്ല, ഇത് എത്ര ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ എന്ന് തോന്നും നമുക്ക്. പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മളെ എന്താ പറയുക ഭയങ്കര പബ്ലിക്കായിട്ടൊന്നും കൊടുക്കാതിരിക്കുക. നമ്മൾ എന്താ പറയുക ആ ആളും നമ്മളും മാത്രം അറിയുന്ന രീതിയിൽ കൊടുക്കുക ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. കുറേ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ലെങ്ത്തായി പോകുന്നുള്ളത് കൊണ്ടാണ് കുറഞ്ഞ മിനിറ്റിൽ ഞാൻ നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.